ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇന്ന് നമുക്കേ നമ്മുടെ ഷെഫ് പിള്ള സാറിൻ്റെ ആ പഴം പുതപ്പിക്കലുണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 6-7 ചുള ചക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അരിപ്പൊടി, കുറച്ച് പഞ്ചസാര, പിന്നെ നാളികേരത്തിൻ്റെ തെമ്പാല്, ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. പിന്നെ ബട്ടറും. അപ്പോൾ ആദ്യം തന്നെ ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചിട്ട് എല്ലാവരും ബട്ടർ ഒഴിച്ചിട്ട് നമ്മുടെ ചക്കേനെ അങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതങ്ങോട്ട് മുരിച്ചോ. ഒരുവിധം കളർ മാറി വരുമ്പോൾ നമ്മുടെ പഴത്തിനെ അങ്ങോട്ട് ഇടുക. പഴവും നല്ലോണം അങ്ങോട്ട് കളർ മാറി വരുമ്പോൾ നമ്മൾ അതിനെ 2 എണ്ണത്തിനെയും കൂടിയിട്ട് ആ ഫ്രൈ പാൻ്റെ അരികിലേക്ക് അങ്ങോട്ട് നീക്കി അങ്ങോട്ട് വെച്ചോ. എന്നിട്ട് കുറച്ച് നമ്മൾ എന്തൊഴിക്കണം, കുറച്ച് ബട്ടറും കൂടി അങ്ങോട്ട് ഇട്ടോ. ഇത്തിരി അധികം ഇട്ടോ, എൻ്റെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കുറച്ചിട്ടുള്ളൂ. ആ ബട്ടർ ഒഴിച്ചിട്ട് നമ്മുടെ പഞ്ചസാരനെ അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളറാകുമ്പോൾ കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പഴത്തിനെയും ചക്കച്ചോളനെയും ഒക്കെ നമ്മൾ അറ്റത്തേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, അവന്മാരെ അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി തട്ടി ആക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഏലക്കായയുടെ പൊടി കുറച്ചിടുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തെമ്പാലുണ്ടല്ലോ നാളികേരത്തിൻ്റെ, അതിലേക്ക് നമ്മൾ നീക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അത് ആ മിശ്രിതം ഏതിലേക്ക് ഒഴിക്കുക, നമ്മുടെ പഴത്തിൻ്റെ ചക്കരിയൊക്കെ മുരിങ്ങയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കുറച്ച് ലൂസാക്കി എടുത്തോളൂ കേട്ടോ. അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവ് പോലെ ഇടാം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് കുറുക്കി വരുമ്പോൾ മാറ്റി വയ്ക്കുക. നമ്മൾ ബ്രെഡിലേക്കോ അപ്പത്തിലേക്കോ ഒക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഇതിൻ്റെ സാധനം കേട്ടോ. കുറച്ച് ലൂസാക്കി എടുത്തോളൂ, എന്നാലാണ് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടിയും ബ്രെഡിൻ്റെ കൂടിയൊക്കെ നമുക്കൊന്ന് കഴിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമൊന്നുമില്ല, നല്ല സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കാര്യം മറക്കരുത് കേട്ടോ.